ഇന്ന് ഈ ഒരു ചിത്രത്തിൻ്റെ വാട്ടർ കളറിൽ സ്കെച്ചിങ് മുതൽ ഡീറ്റെയിലിംഗ് വരെയുള്ള ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം സ്കെച്ചിൽ തുടങ്ങി പിന്നെ വാഷിലെത്തി അവിടുന്ന് ഡീറ്റെയിലിംഗ് കൊടുത്തു കഴിഞ്ഞ് അവസാനിപ്പിക്കുന്ന രീതിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനൊരു വാട്ടർ കളർ ചിത്രം പൂർത്തിയാക്കാം എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സ്കെച്ചിങ് തന്നെയാണ് വാട്ടർ കളറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. സ്കെച്ചിങ് എത്രത്തോളം നന്നാവുന്നോ അത്രത്തോളം ആ പെയിൻറ്റിങ്ങും നന്നാവും. അപ്പോൾ ശ്രദ്ധയോടെ കട്ടി കുറഞ്ഞ ലൈൻ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ചിത്രപൻ എന്ന ബ്രാൻഡിൻ്റെ 440 GSM വരുന്ന പേപ്പറാണ്. സ്കെച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഭാഗം വാഷിംഗ് ആണ്. നമ്മൾ ബേസ് കളറായിട്ടുള്ള വാഷ് കൊടുക്കുന്നതാണ് ഈ ഭാഗം. ഈ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ലൈറ്റ് വീഴുന്ന ഭാഗം വേർതിരിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ സബ്ജക്റ്റും ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് ഓരോരോ കട്ടി കൂടി വരുന്ന ലൈറ്റ് അധികം വീഴാത്ത മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ നമ്മൾ വീണ്ടും കളറ് അതിൻ്റെ കോൺട്രാസ്റ്റ് കൂട്ടി വാഷ് ചെയ്ത് വരുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ പെയിൻറ്റിങ്ങിലും വരുന്ന പോലെ തന്നെയാണ് ലൈറ്റ് ആൻഡ് ഷാഡോൻ്റെ ഒരു മിക്സാണ് ഒരു പെയിൻറ്റിങ്. അത് വാട്ടർ കളറിൽ നന്നായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തതിന് ശേഷം മാത്രം നമ്മളൊരു പെയിൻറ്റിങ് ചെയ്യുക. എവിടെയൊക്കെ ലൈറ്റ് വീഴുന്നുണ്ട്, എവിടെയൊക്കെ ലൈറ്റ് വീഴുന്നില്ല എന്നത് ആദ്യമേ തരംതിരിച്ച് കൊടുത്തതിന് ശേഷം മാത്രം നമ്മളൊരു പെയിൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ ലെയർ ബൈ ലെയർ ആയിട്ടുള്ള ടെക്നിക്കാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളെപ്പോഴും ഒരു ലെയർ ചെയ്ത് കഴിഞ്ഞ് അത് പൂർണ്ണമായി ഉണങ്ങിയ ശേഷം ഡ്രൈ ആയതിനു ശേഷം മാത്രമേ അടുത്ത ലെയർ അതിൻ്റെ മുകളിൽ വെക്കാവൂ. അതുപോലെ ലൈറ്റ് കളർ ആദ്യം വെച്ച് അതിൻ്റെ മുകളിൽ ഡാർക്ക് കളർ വരുന്ന രീതിയിലാണ് ഞാൻ ഈ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓരോരോ ലെയർ കഴിയുമ്പോൾ നമുക്ക് ഡീറ്റെയിലിങ്ങും കുറച്ചും കൂടി ആഡ് ചെയ്ത് പോവാം. ലാസ്റ്റ് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല ഡാർക്കായിട്ടുള്ള ഏരിയാസ് മാത്രം വാഷ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ ലാസ്റ്റ് ഭാഗം വരെ കണ്ടു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഞാൻ മാർക്ക് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം. പെയിൻറ്റിങ്ങിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കൂടുതൽ ഡാർക്ക് ഏരിയാസ് വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.